Dear children, this is JEE Advanced 2018 Physics Paper 2 and we are doing question number 1. It's a relatively easier one, more than one option type question. Important point is reading this question. So let us read that one. Particle of mass m is initially at അപ്പോൾ വായിച്ചു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അറ്റ് റെസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മൂവിങ് അലോങ് എക്സ് ആക്സിസ്. അപ്പൊ അത് എക്സ് ആക്സിലാണ് മൂവ് ചെയ്യുന്നത്. വൺ ഡയമെൻഷണൽ ഫോഴ്സ് ആണ്, വൺ ഡയമെൻഷണൽ മോഷൻ ആണ്, വൺ ഡയമെൻഷണൽ വെലോസിറ്റി ആണ്, വൺ ഡയമെൻഷണൽ ആക്സിലേഷൻ. എവറിഥിങ് ഈസ് വൺ ഡയമെൻഷണൽ. Its kinetic energy K changes with time as dk by dt is equal to gamma into t, where gamma is a positive constant of appropriate dimension. So what is given? എന്താ തന്നിരിക്കുന്നത് നോക്ക്. ഇവിടെ ഇതിന്റെ കൈനറ്റിക് എനർജി തന്നിട്ടില്ല, പക്ഷെ കൈനറ്റിക് എനർജിയുടെ റേറ്റ് d kinetic energy by dt, rate of change of kinetic energy with the time is given as a function gamma t. ഇത് മനസ്സിലായാൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, കൈനറ്റിക് എനർജി വെലോസിറ്റി ആ ഒരു ആംഗിളിൽ ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഡി കെ ബൈ ഡി ടി എന്താണെന്നറിയാമോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി എന്ന് പറഞ്ഞ പവറാണ്. സോ പവർ തന്നിട്ടുണ്ട് ഗാമ ടി. അങ്ങനെയും നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ബട്ട് രണ്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരേ സൊല്യൂഷനിലേക്ക് അറിയാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓപ്ഷൻ 1, ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ ഫോഴ്സ് കണ്ടുപിടിക്കണം. Speed of the particle proportion to time. അപ്പോൾ സ്പീഡിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. So we need to check whether it is correct. Distance of the particle increases linearly with the time. അപ്പോൾ അത് കണ്ടുപിടിക്കണം. Force is conservative. അത് കണ്ടുപിടിക്കണം. ഇത്തരം കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടത്. So what we can do is this. ഇതിനെ നേരെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡി കെ ഈക്വൽ ടു ഗാമ ടി ഡി ടി എന്ന് എഴുതാം. Now we can integrate it. Integration എവിടെ? അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ഇമ്പോർട്ടന്റ്. ഇനീഷ്യലി എന്ന് പറയുന്നില്ല. ഇനീഷ്യലി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം ടി ഈക്വൽ ടു 0 ആണ്. അത് റെസ്റ്റിലാവുമ്പോൾ അതിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രേഷൻ ഞാൻ ഇങ്ങനെ കൊടുക്കാം. കെ ഇനീഷ്യൽ കൊടുക്കാം, കെ ഫൈനൽ കൊടുക്കാം, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ടു ദ പ്രസന്റ് വാല്യൂ. അതായത് ഇതിൽ പറയുന്ന ലേറ്റർ ഇൻസ്റ്റന്റിലേക്ക് എനിക്ക് ഗാമ ടി ഡി ടി. Left hand side definitely will give you k final minus k initial. Right hand side gamma constant ആണ്. This will give you t square by 2 from 0 to t. Applying the limit we know initially restലാണ്. Kinetic energy initial 0 ആണ്. This will give you kinetic energy final equal to gamma t square by 2. Limit apply ചെയ്താൽ 0 value 0 തന്നെയാണ് നിങ്ങൾക്ക് റിട്ടേൺ തരുന്നത്. Now the particle has a good mass m and it will have a speed v at that time. So this kinetic energy can be written as half m v square equal to gamma t square by 2. So ഇത് സോൾവ് ചെയ്താൽ എനിക്ക് അതിന്റെ സ്പീഡ് കിട്ടും അല്ലേ? ഈ v എന്ന് പറയുന്നത് അതിന്റെ സ്പീഡാണ്. സോ വാട്ട് ഈസ് v സ്ക്വയർ? v സ്ക്വയർ is equal to gamma by m into t square because the 2 cancels. From this directly I'll get a v equal to root gamma by m into t. So we understand that v directly proportion to t ആണ്. So second option correct അല്ലേ? Speed of the particle is proportional to time. അത് ശരിയാണല്ലോ. So that is a happy thing. അത് നമ്മൾ അത് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്താ വേണ്ടത്? ഇനി വെലോസിറ്റി കിട്ടിയാൽ ഓക്കെ, വെലോസിറ്റി ഇക്വേഷൻ ഇതാണ് വെലോസിറ്റി ഇക്വേഷൻ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. And if you differentiate that one, you will get acceleration. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തില്ലെങ്കിലും കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രൊപ്പോർഷൻ ടു ടൈം അല്ലേ. സോ നാച്ചുറലി ആക്സിലേഷൻ മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. എനിവേ v equal to root gamma. 1 second. Introduce a new paper. We have this equation. v equal to root gamma by m into t. So acceleration is dv by dt. And they'll give you root gamma by m. This is a constant. Okay. Acceleration constant ആണെങ്കിൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? m into a ആയിരിക്കണം. And this will become m into root gamma by m, which is root m into gamma. Force is also constant. So we can see option 1 became correct. Force constant ആയല്ലോ.
രണ്ട് ഓപ്ഷൻ ശരിയായി. ക്ലിയർ? അപ്പം വെലോസിറ്റി പ്രൊപ്പോർഷൻ ടു ടൈം എന്നുള്ളത് ശരിയായി, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്നുള്ളത് മനസ്സിലായി. അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ഒറിജിൻ ഇൻക്രീസസ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ വെലോസിറ്റിയുടെ ഫംഗ്ഷനിൽ നിന്നാണല്ലോ നമുക്ക് അതിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ? സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ലൈക്ക്, നോക്കൂ ഇങ്ങനെ എഴുതാം, ഐ ക്യാൻ റൈറ്റ് ഡി എക്സ് ബൈ ഡി ടി, കാരണം ഇത് വൺ ഡയമെൻഷനൽ ആണ്, അതുകൊണ്ട് എക്സിന്റെ ഫാക്ടറിൽ എഴുതിയാൽ മതി. ഡി എക്സ് ബൈ ഡി ടി ഈസ് നത്തിങ് ബട്ട് ഗാമ എം ഇൻടു ടി. മക്കൾ ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് സൈഡിൽ ചെയ്യാം. തൽക്കാലം ഇങ്ങനെ ചെയ്യാം, ദിസ് ഇസ് ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഗാമ ബൈ എം ടി ഡി ടി, ഇന്റഗ്രേറ്റിംഗ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ dx, integration starting from 0 to the present time t, this will give you root gamma by m t dt. So x final minus x initial equal to root gamma by m constant, this will give you t square by 2 between the limit 0 and t, and this del x final minus x initial is a displacement. അതല്ലേ ചോദിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. മോർ ദാൻ ദാറ്റ് ദിസ് ഇസ് മൂവിങ് ഓൺലി ഇൻ വൺ ഡിറക്ഷൻ, ഇതിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആകുന്നില്ല, അതുകൊണ്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് തന്നെ ആയിരിക്കണം അതിന്റെ ഡിസ്റ്റൻസും. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു റൂട്ട് ഗാമ ബൈ എം ഇൻടു ടി സ്ക്വയർ ബൈ 2. ഇൻഫാക്ട് നമ്മൾക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അപ്ലൈ ചെയ്യാം, കാരണം ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണല്ലോ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലേഷൻ നമ്മൾ നേരത്തെ റൂട്ട് ഗാമ ബൈ എം കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ യു ഗെറ്റ് ദ സെയിം റിലേഷൻ വെദർ വി ഗോ ഫോർ ദ ഇന്റഗ്രേഷൻ മെത്തേഡ് ഓർ ഫോർ ദ കൈനമാറ്റിക് ഇക്വേഷൻ മെത്തേഡ്. രണ്ടും ഒരേ ആൻസർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ആക്സലേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്റഗ്രേഷനിലേക്ക് പോകണ്ട, ഐ ജസ്റ്റ് വാസ് ടീച്ചിങ് യു, അതുകൊണ്ടാണ് ഈ രണ്ട് മെത്തേഡും ചെയ്തത്. പക്ഷെ എക്സാമിന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് കൈനമാറ്റിക് ഇക്വേഷൻ കൊണ്ട് സോൾവ് ചെയ്യാം. Okay, so what are the points that we got? So first 3 ഓപ്ഷൻ ശരിയാണ്. ഈ ലാസ്റ്റ് ഓപ്ഷൻ ശരിയാണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഡെൽ ക്രോസ് ഒരു ഡെൽ ഫംഗ്ഷന്റെ ഓപ്പറേഷൻ ചെയ്യണം. ബട്ട് നോർമലി കോൺസ്റ്റന്റ് ഫോഴ്സസ് ആർ കൺസർവേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണെന്ന് എടുക്കാം. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റിലേറ്റീവ്ലി ഈസി ആണ്, ഇന്റഗ്രേഷന്റെ ആവശ്യമൊന്നുമില്ല അതിൽ. പിന്നെ ഈ കോൺസ്റ്റന്റ് ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് ഇക്വേഷൻ മതി. എനിവേ, ഇതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് ഇംപ്രൂവ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം.